കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മനസ്സ് മുഴുവൻ ദേവേട്ടനാണെന്ന് അറിയില്ലേ, അതുകൊണ്ടാണ് എനിക്കിത് ഒടുക്കാൻ തോന്നിയെന്ന് പറയുകയും ചെയ്യും. അത് ദേവേട്ടന്റെ മനസ്സിലെ മോഹങ്ങൾക്ക് വളവിട്ടതുപോലെയാവും എന്ന് കരുതി ദേവേട്ടന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ വ്രതം സമ്പ്രദായങ്ങൾ അനുസരിച്ച് പൂർത്തിയാക്കാതിരിക്കാനും കഴിയില്ല. ദേവേട്ടന് വേണ്ടി ദേവേട്ടൻ തെരഞ്ഞെടുത്ത ഈ സാരി തന്നെ ഞാൻ ഉടുത്തോട്ടെ രാമ. അതുകൊണ്ട് ദേവേട്ടന്റെ മനസ്സിൽ മോഹങ്ങൾ മുട്ടിടാതെ നീ വേണം നോക്കാൻ. എനിക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയും. പിന്നെ ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ അത് പറയേയില്ല. നിന്റെ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് വേണ്ടിയാണെന്ന് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ പൂജയ്ക്ക് തന്നെ ഫലമില്ലാണ്ടായാലോ. അങ്ങനെയൊന്നല്ല ചേട്ടാ. നമ്മുടെ ദേവേട്ടൻ പ്രണയിച്ചത് ശ്രേയ ചേച്ചിയല്ല, വൈദേഹി ചേച്ചിയെ മാത്രമാണ്. ഗുഡ് മോർണിംഗ് അജയേട്ടാ. ഗുഡ് മോർണിംഗ്. സോറി അജയേട്ടാ, അജയേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് ഇന്നലെ വിനയം പറഞ്ഞായിരുന്നു. കുറച്ച് അത്യാവശ്യ ജോലികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് വരാൻ പറ്റാൻ. ഞാൻ എന്താ പറയാനുള്ളത്? നീ എവിടെ ഇരിക്കുക? എന്തേട്ടാ കാര്യം? എന്തേട്ടനൊരു മടി പോലെ? പറയാം. താഴെ പൂജ നടക്കുകയല്ലേ, ചേട്ടനും അനിയനും കൂടി ഇവിടെ ഇങ്ങനെ വിശേഷം പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? താഴേക്ക് ഇറങ്ങി വാ. എന്നോട് ഏട്ടൻ എന്തൊക്കെയോ പറയാനുണ്ടത്രേ. ഞങ്ങളങ്ങോട്ട് വന്നോളാം, എന്തു പൊക്കോ. അവിടെ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യാ. നിങ്ങൾ ഇവിടെ വിശേഷം പറഞ്ഞോണ്ടിരുന്നോ? അത് പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ വാ. ഇന്നൊരു അതിശയമായിട്ട് ഊർമിളയും നിനക്ക് വേണ്ടി പൂജ ചെയ്യുന്നുണ്ടടാ. ഊർമിളയോ? എന്ന് വെച്ചാ കഠിന ഉപവാസമൊന്നും എടുത്തിട്ടില്ല, എന്നാലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അജയ, അവള് നിന്റെ ഭാര്യയല്ലേ, സ്നേഹമൊക്കെ കാണും. ഈ വ്രതം ഒന്ന് കഴിയട്ടെ, അവളുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ, നീ വേണേ പിന്നെ വന്നാ മതി. എടാ ദേവ, നീ എൻ്റെ കൂടെ വാ. ആ, ഇതിന്റെ ഇളയ മരുമോള് മേടിച്ചു തന്നല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇളയ മരുമോളോ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? എന്റെ മരുമോള് തന്നെയാ. ഈ വീട്ടിലെ ഇളയ മരുമോളെ ഈ ഷർട്ട് വാങ്ങിയത്. എനിക്കെല്ലാം അറിയാം. ശരിയാ, ഇളയ മരുമോളാ. ശബ്ദം പോലും മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നില്ല. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടെന്നർത്ഥം. ഇങ്ങനെ ഉപവസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എനിക്കൊന്നും പറ്റില്ല. എന്തു നടക്ക? അജേട്ടാ, ദേവേട്ടൻ്റെ അജേട്ട സംസാരിച്ചായിരുന്നോ? ഇല്ല വിനയ, സംസാരിക്കാൻ വേണ്ടിയാ വിളിപ്പിച്ചേ. ഇന്ദുമ്മ വന്ന് വിളിച്ചിട്ട് പോയി. അതുമല്ല, അവൻ ഉപവാസത്തിലല്ലേ, നല്ല ക്ഷീണവും കാണും. ദേവേട്ടൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക.
എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതിലെനിക്കും വിഷമമുണ്ട് വിനയ. സത്യത്തിൽ അവനോട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അവന്റെ സ്നേഹം സത്യമാ, പവിത്രമാ. പക്ഷെ മറുഭാഗത്ത് കുടുംബം. അജയേട്ടാ, ദേവചേട്ടനോട് അജയേട്ടൻ എന്താ സംസാരിക്കാൻ പോകുന്നത്? സംസാരിക്കണം. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല വിനയ. പക്ഷെ ഇന്നൊന്നും ചോദിക്കണ്ട. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പതുക്കെ അവനോട് പോയി സംസാരിക്കണം. അതെ വൈദേഹി മേഡം, എന്താ ഇത്? കൊള്ളാലോ. പതിവില്ലാതെ ഇന്നെന്താ കുറെ നേരം ആയല്ലോ കണ്ണാടിക്ക് മുന്നില് നീ നിന്നെ തന്നെ നോക്കി ആസ്വദിക്കാൻ തുടങ്ങിയിട്ട്. ഭർത്താവ് വാങ്ങി തന്ന സാരി ഉടുക്കുമ്പോ എല്ലാ ഭാര്യമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്തൊരു സുഖാന്നറിയോ ഇത് ഉടുക്കുമ്പോ. നീ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഭർത്താവും കൂടി ഇത് കാണണ്ടേ, അപ്പോഴാണ് ശരിക്കുള്ള സുഖം. അതിനെന്താന്ന് വെച്ചാ ചെയ്യേ. അതും സത്യ. എന്നെ ഈ സാരിയിൽ കാണുമ്പോ ദേവേട്ടന്റെ മനസ്സിൽ എന്തായിരിക്കും ഓർക്കാൻ തന്നെ എന്തൊരു രസം.
എന്നാലും താഴെ പൂജ നടക്കുന്നിടത്തേക്ക് പോവാതിരിക്കുന്നത് തന്നെ നല്ലത്. എന്റെ പൂജ ഇവിടെ മതി. ആ, നീ അവിടെ ഇരിക്കടാ ദേവ. ദേവ മോനെ ദേവാ ദാ, എന്താ മോനെ പറ്റി? ദേവാ എന്ത് സംഭവിച്ചു കുറച്ച് വെള്ളം എടുക്ക് മോളെ. ദേവാ മോനെ ദേവാ ദേവ ദേവാ. ദേവ എന്തു പറ്റി? നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ദേവാ ദേവ മോനെ മോനെ ദേവ കണ്ണു തുറക്ക്. ദേവാ മോനെ ദേവ മോനെ ദേവാ മോനെ ദേവാ ദേവാ ദേവ ദേവാ മോനെ ദേവേട്ടാ, കണ്ണ് തുറക്ക് മോനെ മോനെ. ദേവാ ഇന്നാ കൗസല്യേച്ചി വെള്ളം. മോനെ 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 ദേവാ എന്താ മോനെ പറ്റിയേ? എന്തോ തല കറങ്ങിപ്പോയി. എങ്ങനെ കറങ്ങാതിരിക്കും? ഉപവാസം ഒന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ദേവ നിനക്ക് ഒട്ടും വയ്യല്ലോടാ, എന്തെങ്കിലും മരുന്നെങ്കിലും കഴിക്ക്. എന്താ മോനെ നീ ഇങ്ങനെ? ശ്രേയെ, നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അമ്മ ഞാൻ എന്ത് ചെയ്യാനാ? ദേവേട്ടന്റെ കാര്യങ്ങളൊക്കെ വൈദ്യേച്ചല്ലേ നോക്കുന്നേ. വിനയാ ദേവട്ടാ, അമ്മ ദേവട്ട് എന്താ പറ്റിയേ? എന്താന്ന് ഞാൻ പറയണ്ടേ? അവനൊന്നും കഴിച്ചിട്ടില്ല, ആരും അത് ശ്രദ്ധിച്ചൂല. ഇപ്പൊ ദേ ബോധം കെട്ട് വീണു. വൈദേഹിയുടെ അടുത്ത് മരുന്ന് കാണും, ചെന്ന് വാങ്ങിട്ട് വാ വിനയ. ശരി അമ്മേ. അമ്മേ എനിക്കൊന്നുമില്ല അമ്മേ. അമ്മ ഇങ്ങനെ പേടിക്കല്ലേ. നീ ഇനൊരു അക്ഷരം മിണ്ടരുത്. ആദ്യം നീ വെള്ളം കുടിക്ക. കുടിക്കേ. വൈദേഹി ചേച്ചി, ദേവേട്ടനോട് തലകറങ്ങി വീണ് വൈദേഹി ചേച്ചി. എന്താ വിനയ നീ പറയുന്ന? എന്താ പറ്റിയേ? ഇന്നലെ തൊട്ട് ഉപവാസമല്ലേ, ക്ഷീണം കാരണം മയങ്ങി വീണെന്നാണെന്നാ തോന്നുന്നത്. മരുന്ന് പോലും കഴിച്ചിട്ടില്ല. ചേച്ചിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. മരുന്ന് മരുന്ന് ദേവേട്ടന്റെ മുറിയിലുണ്ട്, വന്നേ. അവിടെ ഉണ്ടോ? എടാ എവിടെയാ നീ പോകുന്നേ? അവിടെ ഇരിക്കും.
നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ദേവേട്ടന് ഈ സാരി സമ്മാനിക്കേണ്ടത് എനിക്കല്ല, ശ്രേയയ്ക്ക. എനിക്കറിയായിരുന്നു വൈദേഹി, ഇന്ന് നീ ഈ സാരി ഉടുക്കുള്ളൂന്ന്. എല്ലാറ്റിനും കാരണം ഞാനാ. ദേവേട്ടൻ ആഗ്രഹിക്കുന്നത് പറയാൻ എനിക്ക് കഴിയില്ല. ദേവേട്ടൻ വാശി ഉപേക്ഷിക്കാനും തയ്യാറല്ല. വൈദേഹി, ആ ടാബ്ലറ്റ്സ് ഇങ്ങ് തന്നെ. ആ, ആ. ഇന്നലെ തുടങ്ങി അവനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വെറും വയറ്റിലെ മെഡിസിൻ കഴിക്കാനും പാടില്ല. വൈദേഹി, കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് വാ മോളെ. എനിക്ക് വേണ്ട വൈദേഹി. നീ പോയി കൊണ്ടുപോവാ മോളെ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല എന്തു. ശരിടാ. ഒരു വക കുടിക്കാതെയും കഴിക്കാതെയും എങ്ങനെയാടാ മരുന്ന് കഴിക്കാൻ പോകുന്നത്? എനിക്കിപ്പം മരുന്നിന്റെ യാതൊരു ആവശ്യമില്ല. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് തല ഇറങ്ങിയത്. ഇപ്പം അത് മാറും ചെയ്തു. ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ആളവിട്ടേക്ക്. എടാ, ദേവേട്ടാ, ദേവാ, 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 മോനെ, ദേവാ, മോനെ, കണ്ണ് തുറക്കും മോനെ. മോനെ, ദേവാ. ദേവാ, ദേവാ, കണ്ണ് തുറക്കും ദേവാ. മോനെ ദേവാ. എണീക്ക് മോനെ, ദാ ഈ വെള്ളം കുടിക്ക. അതൊക്കെ എഴുന്നേക്ക്. ഈ വെള്ളം കുടിക്ക. ഭാര്യയ്ക്കില്ലാത്ത കണ്ണുനീരാണല്ലോ വൈദേഹിക്ക്. വല്ലതും പറഞ്ഞ എന്റെ സംശയമാണെന്നേ പറയൂ. എന്തിനാ നീ ഇങ്ങനെ വേദനിച്ച് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? മനസ്സിലുള്ളത് എന്നോട് അങ്ങ് തുറന്ന് പറഞ്ഞാലെന്താ? ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്ത് കുഴപ്പമില്ലെന്നാടാ ദേവ പറയുന്നത്? ദേ ഇപ്പൊ തന്നെ 2 വട്ടം മയങ്ങി വീണേ. എന്തിനാ വ്രതം എടുക്കുന്നെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടുകയല്ല. ഇനിയിപ്പോ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഒരു നേരം പോലും കഴിക്കാതിരിക്കാത്തവനാ. എന്നിട്ടാ ഇപ്പൊ 2 ദിവസമായിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന. എന്നിട്ട് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂന്നോ? പാവം ദേവൻ മരുന്ന് പോലും കഴിക്കാതെ അത്ര കഠിന ഉപവാസം എന്തിനാണാവോ? പ്രാർത്ഥിച്ചിരിക്കുന്നതും അത്രയും വലിയ കാര്യം തന്നെ ആയിരിക്കും എന്തു അമ്മേ. വ്രതം തീരുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള കാര്യം നിന്റെ വാഗുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പറയിക്കും.
ഇനി അതിപ്പോൾ തന്നെ തുറന്നു പറയുകയാണെങ്കിൽ ഉപവാസം ഇപ്പം തന്നെ അവസാനിപ്പിക്കാം. ഈ പഴം മാത്രമല്ല വൈദേഹി, വയറ് നിറച്ച് ചോറും കറിയും എല്ലാം ഞാൻ കഴിക്കും. അതെല്ലാം നീ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. നിന്റെ മനസ്സിൽ എന്താന്ന് തുറന്ന് പറ ദേവാ. എങ്കിലും എല്ലാവർക്കും ചേർന്ന് ആഞ്ഞങ്ങ് പ്രാർത്ഥിക്കാമല്ലോ. സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ നീ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്? നീ ആർക്കു വേണ്ടി ഉപവസിക്കുന്നത്? നിന്റെ ഭർത്താവിന് വേണ്ടിയല്ലേ? അവനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ വ്രതം എടുത്തിരിക്കുന്നത്. ശ്രേയെ, നീ ദേവനെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ല്. അവന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് മാറരുത്. വൈദേഹി, ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ നീ നോക്ക്. ആർക്കു വേണ്ടിയാവോ? അല്ല, ഈ വ്രതം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും ഭർത്താവിന് വേണ്ടി ഭാര്യയെ അനുഷ്ഠിക്കേണ്ടതാണല്ലോ. അപ്പോ കല്യാണം കഴിയാത്ത വൈദേഹി എന്തിനു പൂജ ചെയ്യണം? അതുകൊണ്ടാ ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചത്. കല്യാണം കഴിക്കാൻ പോകുന്നതിന് വേണ്ടിയാന്ന് ഓർത്തോ? നിനക്ക് എന്താ ഊർമിളേ? വിനയ, നീ വിളിച്ചോണ്ട് പോടാ. എഴുന്നേക്ക് ദേവ. എഴുന്നേക്ക് ദേവട്ട. സൂക്ഷിച്ച്. പതുക്കെ. നടക്ക് ദേവട്ട. എന്നോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ തന്ന ആ സാരി തന്നെ നീ ഉടുത്തത്. അത് മതി എനിക്ക്. എൻ്റെ ഉപവാസത്തിൻ്റെ ഫലം കിട്ടി. പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിന്റെ വായ കൊണ്ട് പറയുന്നത് എനിക്ക് കേൾക്കണം. എങ്ങനെയെങ്കിലും നിന്നെക്കൊണ്ട് ഞാനത് പറയിച്ചിരിക്കും മോളെ.